അപ്പം ഞാൻ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിബി മലൽ സാറിന്റെയും പടത്തില് കിസാൻ 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 അതിൽ അഭിനയിച്ചു. അത് ഈ പാട്ട് അങ്ങനെ ഉള്ളത് അല്ല, ഞാനൊരു ആക്ടറൊന്നും അല്ല. ആ. പക്ഷെ ഇതൊക്കെ സംഭവിച്ചു പോകുന്ന ആക്ടിങ് ഇഷ്ടമാണ് അല്ലേ? ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമല്ലോ ചില കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാനൊരു നടനാണെന്ന്. ഒരു നടൻ ഉള്ളിലുണ്ടെന്ന് നമുക്ക് പല ഇന്റർവ്യൂസ് കാണുമ്പോഴും അല്ലെങ്കിൽ ചേട്ടനോട് സംസാരിക്കുമ്പോഴും ഒരു ചേട്ടന്റെ ഉള്ളിൽ ഒരു ഒരു കലാറ ഒരു ഹിഡൻ ടാലന്റും കൂടെ ഉണ്ട് എൻ്റെ എന്നുള്ളത്. മൂന്നാമത്തെ ബ്രദർ, അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് എന്നാണ്. അദ്ദേഹം ഡ്രാമ ആർട്ടിസ്റ്റാണ്. ശരിയാണ്. 2016 സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയാണ് എൻ്റെ മൂന്നാമത്തെ ബ്രദർ. ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. സജീവമായിട്ടുണ്ട് ഇപ്പോഴും പുള്ളിക്കാരൻ. സജീവമായിട്ട് അപ്പൊ ഒരു പാരമ്പര്യമുണ്ട്, നടന്റെ ഒരു പാരമ്പര്യം ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ പറയാൻ പറ്റില്ല ചേട്ടനെ ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഒരു നടനായിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത ഇന്റർവ്യൂല് കാണാൻ സാധിക്കുക എന്നുള്ളത്. ഇപ്പൊ ഗാനമേളയ്ക്ക് പാടുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ആ പാട്ടിന് വേണ്ട കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സുകളടക്കം ചേട്ടൻ അതിൽ എന്താ പറയാ കൊടുക്കാൻ അത് പിന്നെ അതൊരു ശൈലിയായി മാറി. പലപ്പോഴും ചില ഏരിയയിലേക്കൊക്കെ നമുക്ക് പാടിച്ചെത്തിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മുടെ പങ്കപ്പാടും പ്രശ്നങ്ങളും ആയിരിക്കും ആൾക്കാർക്ക് ഡാൻസ് പോലെയൊക്കെ തോന്നുന്നത്. അല്ല അത് ചില പാട്ടിന് അത് വേണം താനും അല്ലേ? പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പാടുമ്പം അത് ഞാൻ ആദ്യം നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഈ പാട്ട് കേൾക്കാൻ മാത്രമല്ല കാണാനും കൂടിയാണെന്നുള്ളൊരു അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പല പാട്ടുകളും നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് പാടി പോകുമ്പോൾ അത് ഓഡിയൻസിലേക്ക് എത്തുന്നതും ഡിഫറെന്റ് ആയിരിക്കും. അതിലെന്തെങ്കിലുമൊക്കെ ചെറിയൊരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആക്ഷൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു വൈബ് ഭയങ്കര ഡിഫറെന്റ് ആണ്.